ഹായ് ഓൾ, ദിസ് ഇസ് ശീതൽ. വെൽക്കം ടു SPSC ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ രണ്ടാമത്തെ ക്ലാസ് ആണിത്. ക്വസ്റ്റ്യൻ നമ്പർ 17. ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ഏതാണ് യോജിക്കാത്ത പ്രസ്താവന? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഡി ആണ് യോജിക്കാത്തത്. മറ്റ് ഓപ്ഷൻസ് നോക്കാം. 1955 കാർവേ കമ്മിറ്റി ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യത എടുത്തു പറയുന്നു. ഏതാണ്? 1955 കാർവേ കമ്മിറ്റി. 1950 പരമാവധി 5 ലക്ഷം രൂപ വരെ നിക്ഷേപം നടത്തിയ യൂണിറ്റുകളെയാണ് ചെറുകിട വ്യവസായ യൂണിറ്റുകളായി പരിഗണിച്ചത്. 1950 പരമാവധി 5 ലക്ഷം രൂപ വരെ നിക്ഷേപം നടത്തിയ യൂണിറ്റുകളെ. ചെറുകിട വ്യവസായങ്ങൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഇന്ത്യയിൽ ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വായ്പ നൽകുന്ന ബാങ്ക് ഏതാണ്? സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ സിഡ്ബി. സിഡ്ബി ബാങ്ക് സ്ഥാപിതമായത് എന്നാ? 1990 ഏപ്രിൽ 2-ന്. 1990 ഏപ്രിൽ 2-ന്. സിഡ്ബിയുടെ ആസ്ഥാനം എവിടെയാ? ലക്നൗ. ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് സിഡ്ബിയുടെ ആസ്ഥാനം. 18ാമത് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്? ആർക്കാണ്? 18 ബി ആണ് ആൻസർ വരുന്നത്. സൈമൺ ജോൺസൺ. 2024 സാമ്പത്തിക നോബൽ ലഭിച്ചത് ആർക്കാ? സൈമൺ ജോൺസൺ. ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. സൈമൺ ജോൺസൺ. ആർക്കൊക്കെയാണ് 2024 സാമ്പത്തിക നോബൽ പുരസ്കാരം ലഭിച്ചത്? ഡാരൻ അസമുഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ എന്നിവർക്കാണ്. ഡേവിഡ് ബെക്കറിന് ഏത് നോബലാണ്? രസതന്ത്ര നോബൽ. 2024 രസതന്ത്ര നോബൽ ലഭിച്ച ഡേവിഡ് ബേക്കറുമുണ്ട്. 19ാമത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നാക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്? 19 ഓപ്ഷൻ സി ആണ്. 16/4 ആർട്ടിക്കിൾ 16/4 ഇന്ത്യയിൽ ഭരണഘടനയിൽ പിന്നാക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്. മറ്റ് ഓപ്ഷൻസ് നോക്കാം. 16(6) എന്താണ് പറയുന്നത്? സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് സർക്കാർ നിയമനങ്ങളിൽ സംവരണം ഏർപ്പെടുത്തുന്നത് അവസര സമത്വ ലംഘനത്തിന്റെ പരിധിയിൽ വരുന്നില്ല എന്നാണ് 16(6) പറയുന്നത്. 15(1) എന്താണ്? മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കുന്നതിനുള്ള ആർട്ടിക്കിളാണ്. ഇനി 17 എന്താണ്? അയിത്ത നിർമാർജനം. 20ാമത് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നതിൽ റിട്ടുകളും ലക്ഷ്യങ്ങളുമാണ്. ഇവയിൽ തെറ്റായത് ഏത്? 20 ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 3 ആണ്. മാൻഡമസ് എന്താ? ഒരു ഉദ്യോഗസ്ഥൻ നിയമപരമായ കർത്തവ്യം ചെയ്യാത്തപ്പോൾ. കോവാറന്റോ എന്താണ്? മാൻഡമസ് എന്ന ലാറ്റിൻ വാക്കിന് അർത്ഥം എന്താ? നാം കൽപ്പിക്കുന്നു, ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. അതൊക്കെ ഏതെങ്കിലും ഒരു ഔദ്യോഗിക പദവി വഹിക്കുന്ന വ്യക്തി അദ്ദേഹം ചെയ്യേണ്ട നിയമപരമായ കർത്തവ്യം നിർവഹിക്കാതിരിക്കുകയാണെങ്കിലോ അങ്ങനെ ചെയ്യുന്ന പക്ഷം അത് മറ്റൊരു വ്യക്തിയുടെ മൗലികാവകാശത്തെ പ്രതികൂലമായി ബാധിക്കുകയാണെങ്കിലോ ആണ് ഇത്തരം ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. എന്താണ് കോവാറന്റോ? ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആ സ്ഥാനത്തിന്റെ യോഗ്യത ഇല്ലാത്ത ആളാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് കോവാറന്റോ. കോവാറന്റോ എന്താണ്? എന്തധികാരം എന്നാണ് കോവാറന്റോന്റെ അർത്ഥം വരുന്നത്. ഇനി എന്താ? ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ശരീരം ഹാജരാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കുക എന്ന്. അന്യായമായി തടവിലാക്കപ്പെട്ട വ്യക്തിയെ കോടതിയുടെ മുന്നിൽ ഹാജരാക്കുക എന്നതാണ് ഇതിനർത്ഥം. ഇനി എന്താണ് സെർഷ്യോററി? ഒരു കേസ്
കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോററി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അവതരിപ്പിച്ചത് 21 ഓപ്ഷൻ സി ആണ്. ആൻസർ വരുന്നത് ജവഹർലാൽ നെഹ്റു. 1946 ഡിസംബർ 13 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ഇനി 22ാമത് ക്വസ്റ്റ്യൻ നോക്കാം. 23ാമത് ക്വസ്റ്റ്യൻ നോക്കാം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ആൻസർ വരുന്നത് PK തുങ്കൻ കമ്മിറ്റി. ഇനി മറ്റ് ഓപ്ഷൻസ് നോക്കാം. ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയ കമ്മിറ്റി ഏതാണ്? അതാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ഇനി എന്താണ് അശോക് മേത്ത കമ്മിറ്റി? പഞ്ചായത്തി താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ആൻസർ വരുന്നത് 1, 2, 3. ബൽവന്ത് റായ് കമ്മീഷൻ, അശോക് മേത്ത കമ്മീഷൻ, തുങ്കൻ കമ്മീഷൻ. എന്താണ് സർക്കാരിയ കമ്മീഷൻ? 1983 ജൂൺ 9 കേന്ദ്ര സർക്കാർ രൂപീകരിച്ച കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. ജസ്റ്റിസ് രഞ്ജിത് സിംഗ് സർക്കാരിയ ആയിരുന്നു കമ്മീഷന്റെ അധ്യക്ഷൻ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പഠിച്ച് ഫെഡറൽ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നതായിരുന്നു കമ്മീഷന്റെ പ്രധാന ലക്ഷ്യം. കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് 1988. പ്രധാന ശുപാർശകൾ എന്തൊക്കെയായിരുന്നു? കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുക, ഗവർണർമാരെ രാഷ്ട്രീയ നിഷ്പക്ഷമായി നിയമിക്കുക, ആർട്ടിക്കിൾ 356 അതായത് രാഷ്ട്രപതി ഭരണം അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രം. ഒരെണ്ണം കൂടിയുണ്ട്, ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 30 2008 തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ആൻസർ വരുന്നത് മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. നെൽവയലുകൾ നികത്തുന്നത് തടയുന്നു, തണ്ണീർത്തടങ്ങളുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്നു, നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിക്കാത്തവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നു. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. നിരവധി സസ്യജാലങ്ങളുടെ വാസസ്ഥലമാണ് തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത്. പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികൾ കൂടിയാണ്. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഗവർണർ ഒപ്പുവെച്ചത് 2008 ഓഗസ്റ്റ് 11. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ 31 ബി ആണ് ഓപ്ഷൻ വരുന്നത്. 2 മാത്രം. വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകമായ ജീവിത ഉപകരണങ്ങൾ നൽകുന്നത് സംബന്ധിച്ചത്. അതാണ് രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.